നമുക്കിന്നൊരു കൊള്ളിപ്പൂട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കഷ്ണം കപ്പ അല്ലെങ്കിൽ കൊള്ളി ചീകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൊള്ളി ഇങ്ങനെ ചിരകിയെടുത്താൽ മാത്രം പോരാ, അതിൻ്റെ നൂറെന്ന് പറയും. ഇതിൻ്റെ ഈ വെള്ളം പിഴിഞ്ഞ് മാറ്റണം കേട്ടോ. നമ്മൾ കപ്പ നല്ലതായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും വെള്ളമുണ്ട് കപ്പയിൽ. ഇതെന്തായാലും പിഴിഞ്ഞ് മാറ്റണം. നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടിയും കുറച്ച് തേങ്ങയാണ്. നമുക്ക് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ ആ പാകമാവണ വരെ നമുക്കിങ്ങനെ നനച്ചെടുക്കാം. അത് പുട്ടിൻ്റെ പാകത്തിന് ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം. ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് പുട്ട് ചുടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പുട്ടുകുറ്റിയിൽ നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ അങ്ങനെ നമ്മുടെ കപ്പപ്പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് കോമ്പിനേഷൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് കോമ്പിനേഷൻ ചിക്കൻ കറി, ബീഫ് കറി, കടലക്കറി എല്ലാം നല്ലതായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.